അപ്പോൾ അതാട്ടോ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു, ചായയും കടി ഉണ്ടാക്കി. ഇപ്പോൾ അതാട്ടോ വീതനയും ഇതൊക്കെ ഒന്ന് അടിച്ചൊരി ഒക്കെ ഒന്ന് തുടച്ചിട്ടു. അപ്പോൾ ഇതൊക്കെ തുടച്ചിട്ടു. ഇപ്പോൾ ചായ ഇട്ടത്. ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? ഇപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകും. അപ്പം ഇന്ന് ഞാൻ ഇന്നലെ രാത്രി പച്ചരി വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് വെറുതെ അരച്ചു. ചിലവർ തേങ്ങയും പിന്നെ ചിലവർ ചോറൊക്കെ കൂട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും കൂട്ടിയിട്ടില്ല, വെറുതെ അങ്ങോട്ട് അരച്ചിട്ട് പിന്നെ എന്താ പറയുക വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാനങ്ങോട്ട് കലക്കി അവിടെ ഒഴിച്ചതാട്ടോ. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കും. രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരും നിങ്ങൾക്ക്. പിന്നെ എന്താ പറയുക, നല്ല ചൂടാണ്. എല്ലായിടത്തും മഴ ഉണ്ടോ? ചിലയിടത്തൊക്കെ മഴ ഉണ്ട് പറയുന്നു. അപ്പം ഞാനിതാട്ടോ അത് കാണാം. അപ്പം ഇത് നല്ല മാതിരിയൊക്കെ വെറുതെയും തിന്നാം. പിന്നെ അത് നമുക്ക് എന്ത് കൂട്ടാൻ കൂട്ടി, മീൻ കറിയോ എന്താ ചെറുപയർ കറിയോ ഉരുളൻകിഴങ്ങ് കറിയോ എന്ത് കാണിച്ചാലും കൂട്ടിയിട്ട് തിന്നട്ടോ. ഇതിലേക്ക് ചട്ടനിയായിട്ട് ഉണ്ടാക്കണം. മീൻ കറി ഉണ്ട് ഇവിടെ. അപ്പം നമുക്കൊന്നും കൂടി ഒന്ന് അരക്കണമെന്നും കാണിച്ചിരുന്നില്ല. പച്ചരി വെറുതെ വെള്ളത്തിലിട്ടിട്ട് അരക്കണമൊക്കെ എന്താ, എന്നിട്ട് ഈ മട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അതാണ്ട് ഒഴിച്ചാൽ മതി. പിന്നെ ഇനിയിപ്പോൾ ഇതാ ചായയും കടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തുടക്കം അടിക്കുക, എന്നിട്ടാട്ടോ ചോറൊക്കെ വെക്കുള്ളൂ. അപ്പോൾ ഇതിനെ കാക്ക മീനൊക്കെ കൊണ്ടുള്ളൂ, എന്നിട്ടാണ് ചോറൊക്കെ വെക്കുള്ളൂ. തിരുമ്പിക്കുള്ളി ഇതൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങൾ ഇനിയിപ്പോൾ ഒഴിഞ്ഞത് ഇന്നത്തെ ബാക്കിയുള്ള ഇതൊക്കെ കളഞ്ഞ് അല്ലെങ്കിൽ ഒഴിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ കഴിക്കണം. അപ്പോൾ തന്നെ അത് ഉണ്ടാക്കിയില്ല എന്നിട്ട് കാണിച്ചു കേട്ടോ. അപ്പോൾ കേട്ടോ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. കടത്തിപ്പാറിലെ അപ്പം ഇപ്പോൾ തൊട്ട് അടിപൊളി അപ്പം, നല്ല അപ്പം. അതിലേക്ക് ചട്ടനിട്ടോ. പിന്നെ എനിക്ക് ചെറുപയർ ഉണ്ടാക്കണം വിചാരിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പം ഇനി വൈകുന്നേരം ഇത് സുഖി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ. ഇത് മതിയല്ല, മീൻ കറി ഉണ്ട് നേരത്തെ. അപ്പോൾ അതാ ഈ പാത്രമൊക്കെ കഴുകാണ്ട്. ഇത് ഉണ്ടാക്കിയ പാത്രങ്ങൾ ആദ്യം കുറേ പാത്രം കഴുകിട്ടോ. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച പാത്രം ഇതാ ഞാൻ ചായ കുടിച്ചിട്ട് വേണം കഴുകാൻ കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാവരും ഈ അപ്പം ഇതിനെ പറ്റിയിട്ട് നമ്മൾ നല്ല രസമാട്ടോ. ദോശയൊന്നും അത്ര രസമല്ല. ഈ അപ്പം വെറുതെ തിന്നാം. ദോശക്കൊക്കെ ചട്നി ഇതൊക്കെ വേണ്ട, ഇതിന് ഒന്നുമില്ലാതെ തന്നെ തിന്നട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടേ വിചാരിച്ച കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും വെള്ളമൊക്കെ ഉണ്ടോ? ഇവിടെ കിണറ്റിൽ അടി എത്തിക്കണം കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. മഴ പെയ്താൽ മതിയായിരുന്നു. അപ്പം നല്ല ചൂടല്ലേ. ഇനിയിപ്പോൾ വെയിലിങ്ങനെ തെറിക്കടിച്ച വെള്ളമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ. എല്ലാവരും പ്രാർത്ഥിക്കുക മഴ പെയ്യാൻ. അപ്പോൾ ഇത്രയും നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.